ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം ലീഡ്സിലായിരുന്നു നടന്നത്. ഈ മത്സരത്തിൽ ഇന്ത്യ 5 വിക്കറ്റിന് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഈ തോൽവിയുടെ കാരണക്കാർ പലരും ഉണ്ടായിരുന്നു. ഫീൽഡിംഗിലും ബൌളിംഗിലും വളരെ മോശം പ്രകടനമാണ് ചില താരങ്ങൾ കാഴ്ചവെച്ചത്. എന്നാൽ ഏറ്റവും വലിയ വില്ലൻ 29-കാരനായ ഫാസ്റ്റ് ബൌളർ പ്രസീദ് കൃഷ്ണയാണ്. അദ്ദേഹം ടീമിന്റെ ഭാഗമായിരുന്നു. ഇനി അദ്ദേഹം ഒരിക്കലും ടീം ഇന്ത്യക്ക് വേണ്ടി ഈ സീരീസിൽ ഒരു മത്സരവും കളിക്കാൻ സാധ്യതയില്ല. അതിന്റെ കാരണം ലീഡ്സ് ടെസ്റ്റിന്റെ 2 ഇന്നിംഗ്സുകളിലും പ്രസീദ് കൃഷ്ണയ്ക്ക് വിക്കറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. എന്നാൽ ഈ സമയത്ത് അദ്ദേഹം ധാരാളം റൺസ് വഴങ്ങിയിരുന്നു. ഈ റൺസുകൾ കാരണമാണ് ടീം ഇന്ത്യ ശരിക്കും പരാജയപ്പെടാൻ കാരണമായത്. ഹെഡിംഗ്ലിയിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ 5 വിക്കറ്റിനാണ് പരാജയപ്പെട്ടത്. പ്രസീദ് കൃഷ്ണ ഒരിക്കൽ പോലും തന്റെ ബൌളിംഗിലൂടെ ഇംഗ്ലീഷ് ടീമിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് ടീം ക്രമേണ എളുപ്പത്തിൽ തന്നെ ലക്ഷ്യം മറികടക്കാൻ കാരണമായതും. 2 ഇന്നിംഗ്സുകളിലും പ്രസീദ് കൃഷ്ണ തുടർച്ചയായി ഒരുപാട് റൺസ് വഴങ്ങി. ആദ്യ ഇന്നിംഗ്സിൽ 128 റൺസാണ് വഴങ്ങിയത്. 3 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ എക്കോണമി റേറ്റ് ആണെങ്കിൽ 6.40 ആയിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ 92 റൺസ് വഴങ്ങി 2 വിക്കറ്റുകളും നേടി. ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ എക്കോണമി ആകട്ടെ 6.13 ആയിരുന്നു. 2 ഇന്നിംഗ്സുകളിലും ഇന്ത്യൻ ടീമിലെ ഏറ്റവും റൺസ് വിട്ടുകൊടുത്ത ബൌളറുമായിരുന്നു അദ്ദേഹം. ടെസ്റ്റുകളിൽ സാധാരണ ബൌളർമാർ 2 അല്ലെങ്കിൽ 3 എന്ന എക്കോണമി റേറ്റിലാണ് ബൌൾ ചെയ്യുക. ഏകദിനങ്ങളുടെയും 2020യുടെയും എക്കോണമിയിൽ അദ്ദേഹം റൺസ് നൽകി. അതുകൊണ്ടാണ് അദ്ദേഹം ടീം ഇന്ത്യക്ക് വേണ്ടി റെഡ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്നതിൽ അത്ര മികവല്ല എന്ന് തെളിയുന്നത്. 29-കാരനായ പ്രസീദ് കൃഷ്ണ ഇതുവരെ ഇന്ത്യൻ ടീമിന് വേണ്ടി ആകെ 26 മത്സരങ്ങളാണ് കളിച്ചത്. ഈ 26 മത്സരങ്ങളിൽ 29 ഇന്നിംഗ്സുകളിൽ നിന്ന് 50 വിക്കറ്റുകൾ താരം നേടിയിട്ടുണ്ട്. ഈ കാലയളവിൽ 4 ടെസ്റ്റുകളിൽ നിന്ന് 13 വിക്കറ്റുകളും 17 ഏകദിനങ്ങളിൽ നിന്ന് 29 വിക്കറ്റുകളും 5 2020 മത്സരത്തിൽ നിന്ന് 8 വിക്കറ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. 25 ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ നിന്ന് 45 ഇന്നിംഗ്സുകളിൽ നിന്നായി 93 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മികച്ച ബൌളിംഗ് 35 റൺസ് വഴങ്ങി 6 വിക്കറ്റ് എടുത്തതാണ്. 70 ലിസ്റ്റ് എ മത്സരങ്ങളിൽ നിന്ന് 70 ഇന്നിംഗ്സുകളിൽ നിന്നുമായി 120 വിക്കറ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മികച്ച ബൌളിംഗ് പ്രകടനം 33 റൺസ് വഴങ്ങി 6 വിക്കറ്റ് എടുത്തതാണ്. 97 2020 മത്സരത്തിൽ നിന്നായി 106 വിക്കറ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതേസമയം 30 റൺസ് വഴങ്ങി 4 വിക്കറ്റുകളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച 2020യിലെ പ്രകടനം.